ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മളിതാ സ്കൂളിട്ട് വന്നതാണ് കേട്ടോ. സ്കൂളിട്ട് വന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ആണല്ലോ വരുമ്പോൾ. അപ്പം ഞാൻ ഫിലോന് ഇങ്ങനത്തെ ഒരു മിഠായി വാങ്ങിക്കൊടുന്നു കേട്ടോ. ഫിലോന് ഇതൊക്കെ മതി, ഇങ്ങനത്തെ ഒരു മിഠായി വാങ്ങിക്കൊടുന്നു. എന്ത് നിച്ചു മോനാണോ എനിക്കത് കണ്ടപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നിച്ചുജല്ലേ ആദ്യം ഇത് വേണ്ടായിരുന്നീന് ഫിലോന് വാങ്ങിയത്. അത് ഉമ്മാൻ്റെ കുട്ടിക്ക് വാങ്ങിയത്. നിച്ചുവിന് ഒന്ന് ഓൾക്കൊന്ന് വാങ്ങിയത്. ഇവിടെ വാ പോയി ഓന് കളിക്കുന്നത്. ഉമ്മച്ചി എനിക്കെന്ത് വാങ്ങിക്കൊടുന്നു? ആ ആയിക്കോട്ടെ, ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് അറിയണ്ടോ. ഓനിപ്പോൾ സ്കൂളിട്ട് വന്നതല്ലേ. ആയിക്കോട്ടെ, ഓക്കെ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഓരോ തിരക്കായിരിക്കും കുട്ടികളെ കൂടെ. അതേപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കും. ഇപ്പോൾ ലേറ്റ് ഇട്ടുതരാം. ഇപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫിലോ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഓന് ബാത്റൂമിൽ പോവാട്ടോ. ഒരൈഡിയ ഉണ്ട്, ഓനെ കുളിക്കാൻ കിട്ടൂല കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യലേ അറിയോ? ഓന് ഇങ്ങനെ ഈ സമയത്ത് സ്കൂളിട്ട് വന്ന് ബാത്റൂം പോകുന്ന തക്കത്തിൽ ഞാൻ ഉള്ളിൽ കയറി തോർത്തുകൊണ്ട് പോയിട്ട് കുളിപ്പിച്ചങ്ങോട്ടും. അങ്ങനെ അപ്പോൾ പിന്നെ നമ്മളതിനെ കുളിച്ചാൻ പാ തൊയിലും കിടത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ബാത്റൂമിൽ പോയപ്പോൾ തന്നെ നിങ്ങൾ കേട്ടില്ലേ, കുളിച്ചൊന്നും മാണ്ടിട്ടുമ്മാന്ന് ഇറങ്ങാണ്ട് കേട്ടോ പോയിക്കണത്. അപ്പം നമ്മൾ ഫിലിമോൾ എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ചോറ് വെക്കുന്ന അരിയില്ലേ, ചോറ് വെക്കുന്ന അരി അത് അതിലിടും. അത് പിറ്റത്തെ ദിവസം നല്ലോണം പൊതിർന്നിട്ടുണ്ട്. എന്നിട്ട് അത് അരച്ചിട്ട് നമ്മൾ പത്തിലോ കോയക്കട്ടെ എന്തെങ്കിലും ചൂടാന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഗ്യാസ് കുറവാണ്, ഗ്യാസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കോയക്കട്ട ചൂടുന്ന ഒരൊറ്റ നമുക്ക് കയ്യോല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അന്ന് രാവിലെ തന്നെ ഞാൻ കുഴക്കണുണ്ട്, ആട്ടപ്പൊടി കുഴക്കണുണ്ട്. അപ്പോൾ നിച്ചുമോന് കോയക്കട്ടയാണമ്മ, നിങ്ങൾക്ക് കോയക്കട്ട മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്നൊക്കെ കരുതിയെന്നാൽ നാളെ ചുട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇന്ന് അരി വെള്ളത്തിലിട്ട് പോകാനും മറന്നേന്, പച്ചരി പൊതിർത്തി പോകാൻ മറന്നു. എന്നാൽ വന്നേക്കനെ അരച്ച് വെച്ചാൽ മതി ദോശക്ക്. അത് മറന്നങ്ങ് പോയി. എന്നിട്ട് രാവിലെ തിരക്കാക്കാരം മക്കളെ. 8-8:15 എല്ലാവരും ഒരുങ്ങണം. പിന്നെ ഓളെ കുളിപ്പിക്കണം. ഫിലുവിനെ ഭക്ഷണം ഇതെല്ലാം ആയി അവൾ കഴിക്കണം. പിന്നെ ഓളെ കുളിപ്പിച്ച് റെഡിയാക്കണം. അങ്ങനെ ഓരോ പണിയല്ലേ രാവിലെ. ചോറ് ഒരു 5-6 വീട്ടിലായി ഞാൻ ഓലെ കുളിപ്പിക്കാൻ നിന്നപ്പോൾ അപ്പം അടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് പറ്റില്ല. നല്ലോണം നല്ല ഉറുമ്പുണ്ട് മക്കളെ. ഞങ്ങളെ വീട്ടിലുണ്ടോ ഇവിടെ പെരും ഉറുമ്പാ. എന്തെങ്കിലും ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് കുട്ടികൾ വന്നിട്ട് ബിസ്ക്കറ്റ് തിന്നിട്ടുള്ളൂ. ഒന്ന് ചാടി അടിച്ചോരാലും ഒഴിവ് കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ ഒന്നിച്ചെൻ്റെ അടിച്ചോരി തുറക്കാമെന്ന് കരുതിയിട്ട് അപ്പത്തിന് ഉറുമ്പ് വന്നു. എന്തോരം ഉറുമ്പ് അറിയോ, കടിക്കുന്ന ഉറുമ്പ്. അപ്പം നമ്മളിന്ന് അധികം വലിച്ചു നീട്ടി പോകണമെന്നില്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മുന്നിലൊന്നും വരാമെന്ന് കരുതിയിട്ടൊരു വീഡിയോ എടുത്ത് കണ്ടിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ തന്നെ ദീഹണം വന്നിട്ടില്ലെങ്കിൽ ഇച്ചൊരു പുറത്തേ ഞാനിപ്പോൾ ഞാൻ പാത്തോസിന് നിച്ചൂസിനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ പാത്തോസ് ഇരുന്ന് എഴുതാണ് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം വന്നവൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിരിക്കും. കാക്കാണ്ട് നിച്ചുമോനിക്ക് പോന്നപ്പോൾ വാങ്ങിയിട്ട് പോന്ന ബോക്സാണ് കേട്ടോ. ഓന് ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇവിടെയൊക്കെ കിടക്കണ കോലം കണ്ടില്ല. അപ്പം നമ്മൾ പണിക്ക് പോട്ടെ കേട്ടോ. അടിച്ചലും തുടക്കലും തിരുമ്പലും എല്ലാം വെള്ളമൊക്കെ കോരാനുണ്ട്, എല്ലാം കാര്യമായി കിടക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ തന്നെയുണ്ട്. നമ്മൾ വന്നിട്ടില്ല, കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് പുതിയൊരു ബോക്സ് വാങ്ങി, പിന്നെ കുറച്ച് നാരങ്ങ ഉണ്ടാക്കി കുടിച്ചു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷം. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇനി അടിച്ചാനും തുടക്കാനൊക്കെ പോവാം. അപ്പോൾ അത് നിങ്ങളങ്ങനെ കാണിച്ചു തരണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന പണി. ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അരി പൊതിർത്തും ചെയ്ത്. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചലും തുടക്കലും തിരുമ്പലും കുളിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് വരട്ടോ. അപ്പോൾ നാളെ സ്കൂളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരട്ടോ നാളെ. അപ്പം എന്നാൽ എല്ലാവർക്കും ഒരു ഹായ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.